നമസ്കാരം. എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കൊരുവിധം സബ്സ്ക്രിപ്ഷൻ കിട്ടി വരുന്നുണ്ട്. അത് പോരാ, ഞങ്ങളെ ലക്ഷ്യം വളരെ വലുതാണ്. ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങളും സഞ്ചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയൊരു വിഷയത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് കാരണമുണ്ട്. അവർ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്. അവർ ഏത് വിഷയം വന്നാലും, അത് മോഡിയുടെ വിഷയമായാലും അമിത്ഷായുടെ വിഷയമായാലും ഏത് വിഷയം വന്നാലും അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ എല്ലാം വെച്ച് ഫേസ്ബുക്കിൽ അവർ വളരെ മനോഹരമായ പോസ്റ്റുകൾ ഇടുന്നവരാണ്. അപ്പോൾ അതിനകത്ത് വളരെ ആക്റ്റീവായി നിൽക്കുന്നു. ഒരുപക്ഷെ അവർക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ പോലും വളരെ മനോഹരമായി അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നൊരു പോസ്റ്റ്, എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ ആയാറാം കയറാൻ കളിക്കുന്നു, ആടി വരയുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇതിൽ ചെന്ന് പെട്ടപ്പോൾ അദ്ദേഹത്തിന് ധൈര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനോട് അദ്ദേഹം കുറച്ച് സമയമെങ്കിലും ബാർഗെയിൻ ചെയ്തത്, ഞാൻ രാജിവെക്കില്ല, ഞാൻ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബലം പിടിച്ച്, ആദ്യത്തെ ഒരു പത്രക്കാരെ ആദ്യമായി കണ്ടപ്പോൾ വല്ലാതെ ബലം പിടിച്ച, വളരെ ബലൂൺ ഉറപ്പിച്ച പോലെയുള്ള ബലം പിടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലം പിടിച്ചപ്പോൾ പത്മജയുടെ സംശയം ഷാഫിയെക്കുറിച്ചും മറ്റ് വി ഡി സതീശൻ ഉൾപ്പെടെ നേതാക്കളെക്കുറിച്ചുമുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് എല്ലാം സ്ത്രീ വിഷയമാകണമെന്നില്ല, അനധികൃതമായ സ്വത്താവാം, അവിഹിത ബന്ധങ്ങളാകാം, മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, ഒരുപാട് കാര്യങ്ങൾ, അല്ല എല്ലാം സ്ത്രീ വിഷയം തന്നെ ആകണമെന്നില്ല. എന്തൊക്കെയോ വിഷയങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളോ റെക്കോർഡുകളോ ഉണ്ട് എന്ന് ഒന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. അതുകൊണ്ട് കൂടിയാണ് ഷാഫിയെപ്പോലുള്ള ആളുകൾ മൗനം ഭജിക്കുന്നത്. ഇതെത്ര വലിയ കേസാണോ, ഒരു പെൺകുട്ടിയുമായി അല്ലെങ്കിൽ കുറേ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്നതും അവർക്ക് അശ്ലീലം അയക്കുന്നതും അവർ തിരിച്ചയക്കുന്നതും ഒക്കെ ഇത് വലിയ കാര്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം ഈ കാലത്ത് എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൂടെ എന്നൊക്കെയുള്ള വേറെ രൂപത്തിലേക്കൊക്കെയുള്ള ഷാഫി ആ പത്രസമ്മേളനത്തെ അല്ലെങ്കിൽ പത്രക്കാരെ കാണുന്നത് ഷാഫി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പലരോടും പലപ്പോഴും ചൂടാവുന്നു. വേറെ രൂപത്തിലേക്കാണ് ഷാഫിയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ പത്രക്കാരെ കണ്ടപ്പോൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിപ്പോർട്ടർ 24 ചാനലുകാർ ചോദിക്കുമ്പോൾ ചൂടാവുന്നുണ്ട്. വേറൊരു ഷാഫിയാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു മീഡിയ ഫ്രണ്ട്ലി ഷാഫി ആയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഷാഫി നിൽക്കുന്നതിൻ്റെ പിന്നിലും ചില പ്രതിസന്ധികളുണ്ടെന്നാണ് പത്മജ വേണുഗോപാലിൻ്റെ നിഗമനം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ പ്രയാസമായിരിക്കും. കാരണം തൊട്ടാൽ പല തലകളും ഉരുളും, പല വിഷയങ്ങളും പുറത്തു വരും, അല്ലെങ്കിൽ രാഹുൽ മിണ്ടാതിരിക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരുപാട് അപശകുനങ്ങൾ നമ്മൾ കാണുന്നു. എത്ര വലിയ ഹൈപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയത്. അത് പിന്നെ നടയിൽ കൊണ്ടുവച്ച് തേങ്ങ ഉടയ്ക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് മാറിയത്. ഇതാണ് രാഷ്ട്രീയം, ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം. ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അയാൾ. മറ്റ് വി ഡി സതീശനെ പോലെ, രമേശ് ചെന്നിത്തല പോലെ, അല്ലെങ്കിൽ എ കെ ആൻ്റണിയൊക്കെ പോലെ വലിയ നേതാവ് പോലും അല്ല. പക്ഷേ വളരെ ചെറിയൊരു നേതാവായിട്ട് പോലും, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ, നേതാവായിട്ട് പോലും കേരളത്തിൻ്റെ കോൺഗ്രസ്സുകാർക്ക് ഒരു അവമതിപ്പുണ്ടാക്കാൻ, ഒന്ന് പ്രതിരോധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി. അത് മീഡിയകളുടെ ഒരു പ്രവർത്തനം കൂടി അതിനകത്തുണ്ട്. മീഡിയകളുടെ വല്ലാത്ത വലിച്ചുകീറലും വിചാരണയും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇവരെല്ലാവരും എടുത്തു പൊക്കി. റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുണുമൊക്കെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെയും റിജി മാക്കുറ്റിലിനെയും അബിൻ വർക്കിയെയും ചിന്താ ജെറോമിനെയും അങ്ങനെ ചാനലിൽ വരുന്ന എല്ലാവരെയും കൊണ്ടിരുത്തിക്കൊണ്ട് വലിയ ആഘോഷം നടത്തി. ചിന്തയെ ആദ്യം പ്രപ്പോസ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും അങ്ങനെ വലിയ സന്തോഷമൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന ബിംബത്തെ ഇവിടെ തീർത്തത് ചാനലുകൾ തന്നെയാണ്, സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. പക്ഷേ ആ ബിംബം അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നത് ഇങ്ങനെ തകർത്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ കൂടി കരുതേൽക്കാനായിരുന്നോ എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസ്സുകാരും ചോദിക്കണം, പുതിയ നേതാക്കളും ചോദിക്കണം. എന്തായാലും പത്മജയുടെ ആ പോസ്റ്റ് തീർച്ചയായും ഗൗരവമായി ചർച്ച ചെയ്യണം. രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത്, ഒരു സാധ്യതയുള്ളത്, വി ഡി സതീശൻ കുറേ നിലപാടുകൾ പറയുന്നുണ്ട്. അത് സത്യസന്ധമാണെങ്കിൽ ആ പോരാട്ടം കോൺഗ്രസ്സിൽ നടക്കട്ടെ. ആ കോൺഗ്രസ്സിൽ നടക്കുന്ന പോരാട്ടം മറ്റു പാർട്ടികൾക്ക് മാതൃകയായി എല്ലാ പാർട്ടിയിലും ഈ പോരാട്ടം നടക്കട്ടെ. പെണ്ണുപിടിയന്മാരുടെയും വെള്ളവടിക്കാരുടെയും അനധികൃത സ്വത്ത് സമ്പാദനക്കാരുടെയും ഗ്രൂപ്പ് രാഷ്ട്രീയക്കാരുടെയും കാലം കഴിഞ്ഞു എന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നിഗമനങ്ങളും പ്രവർത്തനങ്ങളും ഓരോ ഭാഗത്തുനിന്ന് വരട്ടെ. അതിൻ്റെ തുടക്കം വി ഡി സതീശനിൽ നിന്നാകട്ടെ.